പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നണ വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവർ, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിന്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നീ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച്
കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, പിന്നെ ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ ഉടമ്പടിയിൽ തന്നെയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ട് ചെയ്യുക. എന്തൊക്കെയാണ്? ഒന്ന്, വിശ്വാസ കൈമാറ്റം അല്ലേ? രണ്ടാമത്തത് ആതുര സേവനം. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും, വിശ്വാസ കൈമാറ്റത്തിന് 50 മാർക്കും ആതുര സേവനത്തിൽ 30 പോയിൻറ്റും എന്നാണ് ഉള്ളത് അല്ലേ? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണത്, വിശ്വാസ കൈമാറ്റത്തിൽ മറ്റുള്ളവർക്ക് വിശ്വാസം കൈമാറാൻ, കർത്താവിന് കൈമാറാൻ അതിന് 50 പോയിൻ്റ് ഉണ്ട്. പിന്നെ എന്തിനാണ് ആതുര സേവനത്തിന് പക്ഷേ 30 പോയിൻ്റേ ഉള്ളതെന്ന് പറയും. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാകത്തില്ല. ഇപ്പം ഞാനിപ്പോൾ ഇന്നലെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആതുര സേവനമല്ലേ പറഞ്ഞത്? ആതുര സേവനമല്ലേ വലുത്. അപ്പോൾ അതിനല്ലേ കൂടുതൽ പോയിൻ്റ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വാരിക്കോരി ആതുര സേവനത്തിന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, നിങ്ങളെ ആതുര സേവനത്തിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വിശ്വാസ കൈമാറ്റത്തിന് കൊടുക്കണം. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ആതുര സേവനത്തിനുള്ള പോയിൻറ്റും വിശ്വാസ കൈമാറ്റത്തിനുള്ള പോയിൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. കർത്താവ് ഇപ്പം എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് പക്ഷേ അനന്തരം രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറഞ്ഞു, എന്താണ്? എൻ്റെ പിതാവിനാൽ എനിക്കെതിരെ വരുവിൻ, ലോകാരംഭം ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കുവിൻ. മത്തായി 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു അല്ലേ? ഞാൻ പരദേശിയായിരുന്നു, നിനക്ക് അഭയമല്ല. ഈ ആതുര സേവനങ്ങൾക്കെല്ലാം പ്രതിഫലം എന്താണ്? പ്രതിഫലം എന്ന് പറയുന്നത് 25:35. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിതരെ വരുവിൻ. എന്ത് ചെയ്യണം? വന്നിട്ട് എന്ത് ചെയ്യണം? ലോകാരംഭം മുതലൊക്കെ ഇരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കാൻ. അതാണ് വിഷയം. ഇപ്പം രാജ്യം കൈവശമാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ വിശ്വാസം കൈമാറിയാലാ? വിശ്വാസം കൈമാറിയ രാജ്യം കൈവശമാക്കുക അല്ല, അതിനേക്കാൾ വലുതാണ് വിശ്വാസം കൈമാറുന്ന. നോക്കിയേ, ഈ ചെറിയ കൽപ്പനകളിൽ അത് എത്ര ലഘുവായാലും അത് പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും. അതാണ് വ്യത്യാസം. കണ്ടില്ലേ? മത്തായി 5:19. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും വചനങ്ങൾ അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പൊ എന്താ, ആതുര സേവനം ചെയ്യുമ്പോൾ ഞാൻ രോഗിയായത് നിങ്ങൾ എന്നെ
നിങ്ങളെന്നെ ശുശ്രൂഷിച്ചു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എന്ന് പറയുന്നതോട് എന്താ പറയുന്നത്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹിതരെ വരുവിൻ, ലോകാരംഭം ഒരിക്കലും രാജ്യം കൈവശമാക്കാനേ പറയുന്നുള്ളൂ. പക്ഷേ വിശ്വാസം കൈമാറുകയും വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താ പറയണത്? നിങ്ങൾ സ്വർഗരാജ്യത്ത് വലിയവനായിരിക്കും എന്നാണ് പറയണത്. അതാണ് ഈ വലിയ പ്രതിഫലവും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ. ചെറിയ പ്രതിഫലവും ഉണ്ട്, വലിയ പ്രതിഫലവും ഉണ്ട്. അപ്പം വിശ്വാസ കൈമാറ്റത്തിനാണ് ആതുര സേവനത്തിനേക്കാളും മേൽക്കൈ ഉള്ളത്, പോയിൻറ്റ്സ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ഇത്തരം കത്താൻ കാര്യം. ഉടമ്പടി 50 പോയിൻ്റ് എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. ആ സാക്ഷ്യപ്പെടുത്തുക, സാക്ഷ്യം മറ്റുള്ളവരോട് പറയുക, സാക്ഷ്യം എഴുതിയ പത്രങ്ങൾ വിതരണം ചെയ്യുക, ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. വിശ്വാസ കൈമാറ്റമാണ്. അപ്പോൾ വിശ്വാസ കൈമാറ്റം വന്നാൽ ഇഹത്തിലും പരത്തിലും നമുക്ക് ഭയങ്കരമായ കൃപയാണ് അവർ. അത് അറിഞ്ഞു വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പം ചിലർ വിചാരിക്കും, കാര്യങ്ങൾ അറിയാൻ പാടില്ലെങ്കിൽ വിചാരിക്കും ആതുര സേവനമാണ് ഏറ്റവും വലുത്. ആതുര സേവനത്തിന് 30 പോയിൻ്റ്, കിട്ടിയാൽ വിശ്വാസ കൈമാറ്റത്തിന് 50 പോയിൻ്റാണ് ഉള്ളത്. അപ്പം രണ്ടും ചെയ്യണം. ഉടമ്പടിയിലുള്ളവർ ആ ഉടമ്പടി പ്രകാരം രണ്ടും ചെയ്യണം. ദൈവസ്നേഹത്തോട് ചെയ്ത് വളരുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. പിന്നെ എനിക്ക് പേഴ്സണലി കുറേ അനുഭവം ഉള്ളത്, എന്നെ മൊത്തത്തിൽ മാതാവ് മാറ്റി. ആദ്യമൊക്കെ ഞാൻ എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ പിന്നെ ഞാൻ നിയോഗങ്ങൾ മറന്നുപോയി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ വയ്യാത്തവരെ, ഇപ്പം എൻ്റെ കസിൻസ്, എൻ്റെ റിലേഷനിലുള്ള ആൾക്കാർ എൻ്റെ വീട്ടിലേക്ക് പോയി ഉടമ്പടി തൈലും ഉപ്പൊക്കെ കൊണ്ടുപോയി അവർക്ക് കൊടുക്കാൻ തുടങ്ങി. അത് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ശരിയാവുമെന്ന് പറയാനുള്ളൊരു ധൈര്യം കിട്ടി. പിന്നെ ഉടമ്പടി തൈലം വെച്ചുള്ള സൗഖ്യങ്ങൾ തന്നെ, എൻ്റെ അപ്പച്ചൻ്റെ കാൽമുട്ട് വേദന, പിന്നെ എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു അലർജി, പെട്ടെന്ന് ഡ്രൈ ആവുമായിരുന്നു എൻ്റെ സ്കിൻ, അത് മാറി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മാതാവ് പഠിപ്പിച്ചു തന്ന 2 പാഠങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്, ഈശോയോട് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. നമുക്ക് ബാക്കി മനുഷ്യരോട് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഈശോയോട് കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും, പിന്നെ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് ഈശോനെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനെനിക്ക് വഴി കണ്ടുപിടിച്ചെന്ന് എൻ്റെ പള്ളിയിലെ അച്ഛന്മാരൊക്കെ വഴി എനിക്ക് ഇങ്ങനെ വചനം അയക്കാൻ, അതായത് ഇപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാവർക്കും വാട്സപ്പിലൂടെ വചനം അയക്കാനും സോഷ്യൽ മീഡിയ കുറച്ചും കൂടി യൂസ് ചെയ്യാൻ ഈശോയെ കൊടുക്കാനായിട്ട്, അങ്ങനെ എനിക്ക് ചെയ്യാനൊരു ഐഡിയ തന്നു മാതാവ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് മാതാവും ഈശോയും എൻ്റെ പിതാവും എനിക്ക് നേടിത്തന്നത്. ഈശോയ്ക്കും മാതാവിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് പുഷ്പ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നും ഇരിട്ടി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഇരിട്ടിയിൽ നിന്നും വരുന്നു. ഞങ്ങൾ ഇരിട്ടിയിൽ നിന്നും വരുന്നു. ഇരിട്ടിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നത്, ഞാനിവിടെ സാക്ഷ്യം എടുക്കാൻ വന്നത് 2025 ഉടമ്പടി എടുക്കാൻ വന്നത് 2023 മാർച്ച് 25-നാണ്. അത് എൻ്റെ പെങ്ങൾ മുഖാന്തരമാണ് ഞാനിവിടെ വരേണ്ടി വന്നത്. പിന്നെ ജോസഫച്ചൻ്റെ സാക്ഷ്യം പറയുന്നതെല്ലാം നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ വന്ന് ഞാൻ സാക്ഷ്യം എടുക്കാൻ വന്നത്, എൻ്റെ മോൻ ബിസിനസ് ചെയ്തിട്ട് ഭയങ്കരമായി നഷ്ടം വന്നു. കൺസ്ട്രക്ഷൻ വർക്കാണ് ചെയ്തത്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് കടബാധ്യതകൾ മൂലം 45 ലക്ഷം കടബാധ്യതയുണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ചത് മാറണ്ട അത് 45 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. വീട്ടിൽ കടബാധ്യതയുള്ളവരെല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ശല്യം ചെയ്യുകയും ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ മേലാത്ത ഒരവസ്ഥ വരെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. പിന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മോന് പെട്ടെന്ന് ഗൾഫിലേക്ക് ഒരു വിളി വരികയും, ഒന്നും അറിയാതെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ ആരുമില്ലായിരുന്നു ഗൾഫിലേക്ക്. അങ്ങനെ എൻ്റെ മോനെ ഗൾഫിലേക്ക്, അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മുതലാളി തന്നെയാണ് അവനെ കൊണ്ടുപോയത്. അങ്ങനെ ഇപ്പം 9 മാസമായി ഗൾഫിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം ചെറിയ തോതിൽ കടങ്ങളെല്ലാം ഞങ്ങൾക്ക് വീട്ടിൽ വരുന്നുണ്ട്. പിന്നെ
കടങ്ങളെല്ലാം വീട്ടിൽ വരുന്നുണ്ട് ഞങ്ങൾ. മോൻ 9ാമത്തെ മാസത്തിൽ മോൻ വരികയും എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ചെറിയ മോൻ്റെ. അങ്ങനെ അവൻ വരികയും 10 ദിവസം നിന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ചെക്ക് പിന്നെ എൻ്റെ മോനും എൻ്റെ മോൾക്കും കൂടെ ഒരു ചെക്ക് കേസ് ഉണ്ടായിരുന്നു. ഈ വർക്കിൻ്റെ സംബന്ധിച്ചുള്ള ചെക്ക് കേസായിരുന്നു. മരുമകളുടെ പേരിലായിരുന്നു ചെക്ക് കേസ് ഉണ്ടായിരുന്നത്. മോൻ ആണ് ചെക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 45,000 രൂപ ഞങ്ങൾ കൊടുക്കാനുള്ളത് അവരത് 5 ലക്ഷം ആക്കിയിട്ട് കൊടുത്തു. അത് പിന്നെ 80,000 രൂപ കൊടുത്ത് ഞങ്ങൾക്കത് പിന്നെ മാറ്റുവാൻ ചെയ്തു. മാതാവിൻ്റെ ഈശോയുടെയും കൃപ കൊണ്ട് അത് അങ്ങനെ ഞങ്ങൾക്ക് ഒത്തുതീർപ്പാക്കാൻ സാധിച്ചു. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ജോലി, അന്ന് ഭയങ്കര കഷ്ടതയിൽ ഞങ്ങൾ നിൽക്കുന്ന സമയത്താണ് ഇവക്കൊരു ചെറിയ ജോലി കിട്ടുന്നത്. ആ ചെറിയ ജോലി കൊണ്ട് അന്നത്തെ സമയത്ത് ഞങ്ങൾക്ക് ആ വീട്ടിലൊരു കുട്ടിക്കൊരു പാലും മേടിക്കാൻ പോലും തികയില്ലാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. അത് മാറി പിന്നീട് അവൾക്ക് വേറൊരു ജോലി സ്ഥലത്തേക്ക് ജോലി കിട്ടുകയും ഇപ്പോൾ ഒരു 12,000 രൂപയുടെ സാലറിയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കാണെങ്കിലും ഞാനൊരു ടൈലറാണ്. തയ്ക്കാൻ വേണ്ടിയിട്ടൊരു കടയിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ കടബാധ്യത ഓർത്താൽ ഏത് ബുദ്ധിമുട്ടിലും നമ്മൾ പോകാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ ആ സമയത്താണ് ഈ ബുദ്ധിമുട്ടുകളും കടബാധ്യതക്കാരും എല്ലാം വീട്ടിൽ വന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ മുറിഞ്ഞ് ഈ നടുക്കത്തെ വിരൽ മുറിഞ്ഞു പോവുകയും ബാക്കി 2 വിരലുകൾ പിന്നെ ചെറുതായിട്ട് മുറുകയും മറ്റേ നടുക്കത്തെ വിരൽ മുറിഞ്ഞ് പോവുകയും ചെയ്തു. അതിനു വേണ്ടിയിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈയുടെ വേദനയെല്ലാം മാറ്റി പുള്ളിയെ പണിക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് സാധിക്കണേ എന്ന് മാതാവിനോടും ഈശോയോടും 2 വർഷമായിട്ട് പുള്ളിക്ക് പണിയില്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പണിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മാതാവിൻ്റെ ഈശോയുടെയും കൃപ കൊണ്ടാണ്. പിന്നെ എൻ്റെ മക്കൾ 10-50 പവൻ്റെ സ്വർണം കൊണ്ടാണ് വന്നത്. വീട്ടിൽ വന്ന് ഈ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ പേരിൽ ആ സ്വർണം മുഴുവൻ പോവുകയും എൻ്റെ മക്കൾ തമ്മിൽ ഒരു സ്നേഹമില്ലാത്ത പോലെ ജീവിക്കുകയുമൊക്കെ ആയിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ് ഈശോയോടും പറഞ്ഞ് അവരെ തമ്മിൽ ഇപ്പം വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനും ഈശോയോടും മാതാവിനോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ 5 കാര്യങ്ങൾ ഞാൻ വെച്ചായിരുന്നു. ആ 5 കാര്യങ്ങളും എനിക്ക് ഈശോയും മാതാവും സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ വീടിൻ്റെ അടുത്ത് വയസ്സ് എന്ന 2 പേരുണ്ട്. അവരെ എൻ്റെ മോനെയും കൂട്ടി ഞാൻ കാണാൻ പോവുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ അവിടെ ആരുമില്ലാതെ ഇരിക്കുന്നവരാണ്. അവർക്ക് ചായയും കാപ്പിയോ എല്ലാം വെച്ച് കൊടുത്ത് ഞങ്ങൾ അവരെ പരിചരിക്കും. പിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ പത്രം പെട്ടെന്ന് തന്നെ എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി വാങ്ങി അത് തീർക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ ചേച്ചിയുടെ മോൻ്റെ അപ്പൻഡിക്സ് ആയിരുന്നു മോന്. അത് ഞാൻ ഈ സാക്ഷ്യത്തിൽ വെച്ചിട്ടില്ലായിരുന്നു. അതെനിക്ക് മാതാവും ഈശോയും പിന്നെ സാധിച്ചു തന്നു. അപ്പൻഡിക്സിൻ്റെ അസുഖമായിരുന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഓപ്പറേഷത്തിൻ്റെ കാര്യത്തിന് വരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഡോക്ടറെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെന്ന് നോക്കുമ്പോൾ ആ ഓപ്പറേഷൻ വേണ്ട എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അത് നമ്മൾ മാതാവിൻ്റെ ഈശോ തന്ന തൈലം കൊണ്ടുപോയി കൊടുക്കുകയും അവന് നല്ലോണം തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഈശോയും മാതാവും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ചാരു. ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് 2022 നവംബർ 9-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ 4ാമത്തെ പുതുക്കലിലാണ്. ഞാനിപ്പോഴും ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നിരുന്ന ആവശ്യത്തിൽ ഇപ്പം എൻ്റെ 3 കാര്യങ്ങൾ ഇപ്പം അമ്മ മാതാവ് ഈശോയും കൂടെ ചേർന്ന് എനിക്ക് സാധിപ്പിച്ച് തന്നിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യമായിട്ട് എനിക്കിവിടെ കിട്ടിയെന്ന് പറഞ്ഞത് രോഗസൗഖ്യമാണ്. എനിക്ക് PCOD ഉണ്ടായിരുന്നു. എനിക്ക് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ആകത്തില്ലായിരുന്നു. അപ്പം
അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. ഞാൻ ഒരു വർഷത്തോളം ഞാൻ ആയുർവേദം, അലോപ്പതി അങ്ങനെയെല്ലാം ഞാൻ ചെയ്തായിരുന്നു. എനിക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് 2 ദിവസത്തിന് ശേഷം എനിക്ക് മരുന്ന് കൊണ്ട് മാത്രം എനിക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ആകത്തുള്ളായിരുന്നു. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് 2ാമത്തെ ദിവസം ഞാൻ മരുന്ന് കഴിക്കുന്നത് ഞാൻ നിർത്തി. പൂർണ്ണമായിട്ട് ഞാൻ അമ്മയിൽ ഈശോയിൽ ഞാൻ അർപ്പിച്ചു. അങ്ങനെ മരുന്ന് സ്റ്റോപ്പായതിന് ശേഷം ഒരു അച്ഛൻ്റെ ഇവിടെ ധ്യാനത്തിലെങ്കിൽ അച്ഛൻ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ആ മാസം എനിക്ക് 3 തവണയായിട്ട് ബ്ലീഡിങ് വന്നായിരുന്നു. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നതിന് ശേഷം എനിക്ക് ബ്ലീഡിങ് ആയി. അതിന് ശേഷം എനിക്ക് ബ്ലീഡിങ് ഇതുവരെ അങ്ങനെ കണ്ടിന്യൂസ് വന്നിട്ടില്ല. അപ്പം എനിക്ക് ആ രോഗം പൂർണ്ണമായിട്ട് മാറിയിരിക്കുകയാണ്. പീരീഡ്സ് എല്ലാ മാസവും റെഗുലറായിട്ട് വരുന്നുണ്ട്. കറക്റ്റ് ടൈം സ്റ്റോപ്പ് ആകുന്നുണ്ട്. ഞാൻ 2017 ബിടെക് പാസ് ഔട്ടായാണ്. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ഞാൻ എടുത്തിരുന്ന വിഷയം. എനിക്ക് എൻ്റെ ജോലി മേഖലയിൽ നിന്ന് നല്ലൊരു ജോലി എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ആദ്യം ജോലി ചെയ്ത പോലും എൻ്റെ ഫീൽഡിലല്ലായിരുന്നു. അതിനുശേഷം എൻ്റെ ഫീൽഡ് ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടും ഇൻ്റർവ്യൂ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് എനിക്കൊന്നും ജോലി ശരിയാവുന്നില്ലായിരുന്നു. ഇപ്പം